ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരവസരം കൂടെ കർത്താവ് തന്നല്ലോ. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചയിൽ ഇതിൻ്റെ ആരംഭത്തിൽ എനിക്ക് ഇൻഡോറിലേക്ക് പോകാനിടയായി. അവിടെ സുവിശേഷകന്മാരുടെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് വളരെ സന്തോഷകരമായിരുന്നു. വളരെ പ്രതികൂലമുള്ള സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് കർത്താവ് വരുത്തുന്ന പുരോഗതി, അത് ലഭിക്കുന്ന ആനന്ദം, മനുഷ്യരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നത്, ആളുകൾ രക്ഷിക്കപ്പെടുന്നത് ഒക്കെ കേട്ടത് വളരെ വളരെ സന്തോഷമായി. നിങ്ങൾ അങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ പോയാൽ കേരളത്തിൽ ഇരിക്കില്ല, നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന ഒരു പ്രചോദനം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചതിൽ ഞാൻ കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന 1-ാം ലേഖനം, അതിൻ്റെ 14-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ആദ്യ ചില വാക്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ കൊരിന്ത്യ ലേഖനം 14-ാമത്തെ അധ്യായത്തെ അധികരിച്ച് ഉള്ളതായിരിക്കുന്ന പ്രസംഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വളരെ കുറച്ചേ കേട്ട് കാണുകയുള്ളൂ. അതിലെ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണുമെങ്കിലും കൊരിന്ത്യ ലേഖനം 14-ാമത്തെ അധ്യായം അത് വിശദീകരിച്ച് പ്രസംഗിക്കുന്നതായിരിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേട്ടത് വളരെ കുറവാണ്. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ ധൈര്യപ്പെട്ട് ആ അധ്യായത്തെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് ഞാൻ മനസ്സ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അധ്യായമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 13-14 അധ്യായങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ബഹുമാനം ഈ വേദഭാഗങ്ങളോട് കാണിക്കുവാൻ എനിക്ക് മനസ്സുണ്ട് എന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്ക് 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിലേക്ക് തിരിയാം. അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുന്നത്. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം, അതിന് 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. 1905 അവിടെ ടോപ്പയ്ക്ക, കാൻസസ് എന്ന അമേരിക്കയിലെ സംസ്ഥാനത്ത് ടോപ്പയ്ക്ക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ചാൾസ് പെർഹാം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വ്യക്തി ആഗ്നസ് ഓസ്മൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ത്രീയുടെ തലയിൽ കൈവച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ അന്യഭാഷകളിൽ സംസാരിച്ചു. അതാണ് ആധുനിക അന്യഭാഷയുടെ ആരംഭം എന്ന് പറയുന്നതാണ്. 1905 ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്നതായിരിക്കുന്ന യുവതി അന്യഭാഷകൾ സംസാരിച്ചതാണ് ആധുനിക അന്യഭാഷയുടെ ആരംഭം. അതാണ്. അതിനുശേഷം ഈ അന്യഭാഷാ പരിപാടി വളരെയധികം പ്രചാരം ലഭിച്ചതായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തീർന്നു. വില്യം സെയ്മോർ എന്ന് പറയുന്ന ഒരു പ്രസംഗകൻ ഈ ആശയത്തെ ലോസ് ആഞ്ചലസിലേക്ക് കൊണ്ടുപോയി. അസൂസ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഉണർവ് യോഗങ്ങൾ നടന്നു. അതിനുശേഷം ഈ ആശയം ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും അങ്ങനെ പ്രചരിച്ചു. 1915 കുക്ക് സാഹിബ് കേരളത്തിൽ വന്ന സമയത്ത് എൻ്റെ വല്യപ്പൻ പെന്തക്കോസുകാരനായിട്ട് മാറ്റതാണ്.
പെന്തക്കോസ്ത് പ്രസ്ഥാനം ലോകത്തിന് നാനാഭാഗങ്ങളിലേക്ക് അങ്ങനെ വ്യാപിച്ചു. ഇന്ന് ലോകത്തിലുള്ള പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പെന്തക്കോസ്തുകാരെന്ന് മാത്രമല്ല അവരെക്കുറിച്ച് അറിയപ്പെടുന്നത്. 1960 ഡെന്നിസ് ബെന്നറ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന എപ്പിസ്കോപ്പൽ സഭയിലെ ബിഷപ്പ് അന്യഭാഷയിൽ സംസാരിച്ചു. അതോടുകൂടെ മറ്റ് സമുദായങ്ങളിലേക്ക് അന്യഭാഷ കടന്നു കയറി. കത്തോലിക്ക സഭയിൽ അന്യഭാഷ തുടങ്ങി. അത് യഥാർത്ഥത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അറിയപ്പെടുവാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവരതിനെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കന്യമറിയാമിനെ ആരാധിക്കുകയും അദ്ദേഹത്തെ സഹരക്ഷകിയായിട്ട് കണക്കാക്കുകയും സ്വർഗീയ രാജ്ഞിയായി പരിഗണിക്കുകയും രക്ഷ യഥാർത്ഥത്തിൽ കൂദാശകൾ വഴിയാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ ആശയം പിടിച്ചുകൊള്ളുന്നതായിരിക്കുന്ന ആളുകളും അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് ഈ അന്യഭാഷ എന്താണ്, ആധുനിക അന്യഭാഷ എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കുന്ന ഈ ആളുകളുടെ മുൻപിൽ അത് ഒരു ചോദ്യചിഹ്നമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അന്യഭാഷ വളരെയധികം പോപ്പുലറായിട്ടുള്ള, വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം ആണ്. ഇന്ന് ലോകത്തിൽ ഉള്ള ക്രിസ്തീയ സമുദായങ്ങൾ കത്തോലിക്കരെയൊക്കെ ഉൾപ്പെടുത്തി പറയുകയാണ് എങ്കിൽ അതിൽ 15% ആളുകൾ പെന്തക്കോസ്ത് അന്യഭാഷ ആ ആശയത്തിൽ ഉള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 20 കോടി ആളുകൾ ഈ ആശയം ഒരു അളവിൽ വിശ്വസിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ്. എന്നാൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ കുറേ ഗാഢമായിട്ട് ചിന്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ തന്നെ 20% ആളുകൾ മാത്രമേ അന്യഭാഷ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ കുറുക്കച്ചൻ്റെ കാര്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇത് ചാടി കിട്ടും എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിൽ അവരിങ്ങനെ ചാടി നിൽക്കുന്ന ആളുകളാണ്. 20% ആളുകൾക്കേ ഉള്ളൂ അന്യഭാഷ. ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലും കിട്ടാതിരിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിൽ ഇതിനെ പിന്തുടരുന്നതായിരിക്കുന്ന ആളുകളാണ്. എന്നാൽ അവർ അന്യഭാഷ വേണം എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. അന്യഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്യഭാഷയെ സംബന്ധിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14 അധ്യായമാണ്. എന്നാൽ പലപ്പോഴും അന്യഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ അധ്യായത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അന്യഭാഷയെ സംബന്ധിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്നതായിരിക്കുന്ന അധ്യായം 1 കൊരിന്ത്യർ 14 അധ്യായമാണ്. എന്നാൽ അന്യഭാഷക്കാർ ഈ അധ്യായത്തിലേക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് അന്യഭാഷയെക്കുറിച്ച് 14 അധ്യായത്തിൽ പറയുന്ന കാര്യം പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ്. പൗലോസിനോട് പരസ്യമായി അവർ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുവാൻ അവർ തയ്യാറല്ല. അന്യഭാഷയെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രയോജനം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ അന്യഭാഷ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ നിർദ്ദേശം യാതൊരു സംശയത്തിനും യാതൊരു വാദഗതിക്കും അവസരമുള്ളതായിരിക്കുന്ന കാര്യമല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, ഓരോരുത്തൻ അന്യഭാഷയിൽ സംസാരിക്കുകയും മറ്റൊരുത്തൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്ന് പറയുന്ന പ്രസ്താവന പെന്തക്കോസ്തുകാർ അതിനൊരു പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. ആ വിഷയത്തെ അവർ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ പെന്തക്കോസ്ത് പ്രസ്ഥാനവുമായിട്ട് ഒരുപാട് കാലം ബന്ധപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് 25 വർഷത്തോളം ഉള്ളതായിരിക്കുന്ന പരിചയം എനിക്കുണ്ട്. പെന്തക്കോസ്തുകാരാകണമെങ്കിൽ അവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ എല്ലാവരും അന്യഭാഷ പറഞ്ഞിരിക്കണം. എല്ലാവരും പറയില്ല എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ആളുകൾ വ്യാഖ്യാനമില്ലാതെ ഒരുമിച്ച് അന്യഭാഷ പറയുക എന്ന് പറയുന്നത് പെന്തക്കോസ്തിൻ്റെ ഒരു രീതിയാണ്. എനിക്ക് പെന്തക്കോസ്തുകാരോട് ചോദിക്കാനുള്ളത്, പൗലോസിൻ്റെ നിർദ്ദേശം എവിടെ പോയി എന്നുള്ളതായിരിക്കുന്ന ചോദ്യമാണ്. അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, ഓരോരുത്തനായി സംസാരിക്കുകയും മറ്റൊരുത്തൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനയുടെ പ്രാധാന്യം എന്താണ്? അപ്പോൾ അവരതിനെക്കുറിച്ച് പറയുന്നൊരു വിശദീകരണം ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ് ഈ പ്രസംഗം ആരംഭിക്കാം.
അവരതിന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്ന ഈ അന്യഭാഷയെന്ന് പറയുന്നത് ഭാഷാ വരത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന അന്യഭാഷയെന്ന് പറയുന്നത് ആത്മനിറവിൻ്റെ അടയാളമായിരിക്കുന്ന അന്യഭാഷയാണ് എന്നാണ് അവരതിന് പറയുന്നതായിരിക്കുന്ന ഒരു വിശദീകരണം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലനായ പൗലോസ് അന്യഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അല്ലാതെ ആരും അന്യഭാഷയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പൗലോസ് മാത്രമേ അന്യഭാഷയെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. അത് 1 കൊരിന്ത്യരിലാണ്, 12 അധ്യായത്തിൽ അന്യഭാഷയുണ്ട്, പിന്നെ 14 അധ്യായത്തിലാണ്. ഈ അന്യഭാഷയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ സഹോദരന്മാരെ, ഞാനീ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്യഭാഷയുടെ എല്ലാം ഉള്ള ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ വേറെ ഒരു അന്യഭാഷയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്ന് സൂചനയോ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയോ അപ്പോസ്തലനായ പൗലോസിന്റെ കൊരിന്ത്യ ലേഖനത്തിൽ അങ്ങനെ നമുക്ക് തരുന്നില്ല. അപ്പം അതുകൊണ്ട് പൗലോസിനേക്കാളും മിടുക്കന്മാരാകാനായിട്ട് ആരും ശ്രമിക്കണ്ട. പൗലോസിന് ഈ ആശയം നൽകിയ ഈ സന്ദേശം നമ്മളോട് പറയുവാൻ പൗലോസിനെ ഉപയോഗിച്ച കർത്താവായ യേശുക്രിസ്തുവിനേക്കാളും ആരും മിടുക്കന്മാരാകാനായിട്ട് ശ്രമിക്കണ്ട. അന്യഭാഷയെ സംബന്ധിച്ചുള്ള അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14 അധ്യായമാണ്. അതിലെ ആശയങ്ങൾ കൈവിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ എത്ര അന്യഭാഷ പറയാൻ ശ്രമിച്ചാലും അത് ക്രിസ്തീയമല്ല, അത് ബൈബിൾ അനുസരിച്ചല്ല എന്ന് പച്ചയായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, അന്യഭാഷയെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി സംസാരിക്കുന്നതായിരിക്കുന്ന അധ്യായം 1 കൊരിന്ത്യർ 14 അധ്യായമാണ്. അപ്പോൾ അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അന്യഭാഷയെക്കുറിച്ച് മാത്രമല്ല പ്രവചനത്തെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയേണ്ടതായിട്ടിരിക്കുന്നു. എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഭയുടെ യോഗത്തെ സംബന്ധിച്ച്, സഭായോഗം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ ഒരു അധ്യായമേ ഉള്ളൂ. അത് 1 കൊരിന്ത്യർ 14 അധ്യായമാണ്. സഭായോഗങ്ങൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നിർദ്ദേശം നൽകുന്ന ഒരേ ഒരു അധ്യായം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14 അധ്യായമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. 1 കൊരിന്ത്യർ 14 അധ്യായമാണ് സഭായോഗങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നതാണ്. ആരാധനായോഗം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടില്ല. എന്നാൽ സഭ ആകയാൽ നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞ് സഭായോഗങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നതായിരിക്കുന്ന അധ്യായവും ഈ 14 അധ്യായമാണ്. ശരി, ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അദ്ദേഹം ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ് എങ്കിലും ഞാനതിലൊരു അല്പം വ്യത്യാസം വരുത്തിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അപ്പം ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു നിർവചനമാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശയത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ളതായിരിക്കുന്ന അനുവാദമുണ്ട്. എന്നാൽ വളരെ വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ വിശദീകരണത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുവാദമുണ്ട്. ഉച്ച കഴിഞ്ഞ് നമുക്കൊരു സമ്മേളനം കൂടി നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. എനിക്ക് ലഭിച്ചതായിരിക്കുന്ന വെളിച്ചമനുസരിച്ച് ഞാനതിന് നിങ്ങളോട് മറുപടി പറയുകയും ചെയ്യാം. അവിടെ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പ്രസ്താവന ആരംഭിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നേഹത്തിൽ ആണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. സ്നേഹമില്ലാത്ത എല്ലാ ശുശ്രൂഷയും വ്യർത്ഥമായ ശുശ്രൂഷയാണ്. സ്നേഹമില്ലാത്തതായിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് വ്യർത്ഥമായ ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്താലും അത് സ്നേഹത്തിൻ്റെ നിർബന്ധത്തിൽ ചെയ്യണം. സ്നേഹം ആചരിക്കുവാൻ, സ്നേഹം ആസ്വദിക്കുവാൻ, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, അത് പ്രായോഗികമാക്കുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഈ ഉത്സാഹിക്കുക എന്ന് പറയുന്ന പ്രസ്താവന വളരെ നല്ല, വളരെ രസകരമായിരിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു വേട്ടക്കാരൻ വേട്ടയ്ക്കുള്ളതായിരിക്കുന്ന മൃഗത്തെ അന്വേഷിച്ച് അതിൻ്റെ പുറകെ കൂടുന്നത് പോലെയുള്ള ഡിയോക്കോ എന്ന് പറയുന്നതായിരിക്കുന്ന ആ പ്രയോഗം, ഇത് ഞങ്ങൾക്കറിയാമല്ലോ. വേട്ടയ്ക്ക് നിങ്ങൾ പോയതിന് ശേഷം വേട്ട ആടുന്ന ആളുകൾ എന്ത് ചെയ്യും? അവരവിടെ നിൽക്കും. എന്നിട്ടെന്ത് ചെയ്യും? വല്ല മൃഗവും ഇങ്ങനെ അതിലേ കൂടെ കുറച്ച് എന്നെ കൊന്നാട്ടെ എന്ന് പറഞ്ഞ് വരും, അല്ലേ?
ഉടനെ അവർ ജീവനെ കൊല്ലും. അങ്ങനെയാണോ? അങ്ങനെയൊന്നും വേട്ടയ്ക്ക് പരിപാടി നടക്കില്ല. വേട്ടയ്ക്ക് മൃഗത്തെ കിട്ടുന്നുവെങ്കിൽ മൃഗം എവിടെയാണ് എന്ന് അന്വേഷിച്ച് അതിൻ്റെ കാലടികൾ പിന്തുടർന്ന് അതിനെ അന്വേഷിച്ച് വളരെ ബുദ്ധിമുട്ടിയെങ്കിലേ ഒരു മൃഗത്തെ കിട്ടത്തുള്ളൂ, അല്ലാതെ വെറുതെ കിട്ടുകയില്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേർഡ് ഹി യൂസ്ഡ്. ഡിയോക്കോ, നിങ്ങൾ സ്നേഹം ആചരിപ്പാൻ. സ്നേഹം ആചരിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല, അല്ലേ? നമ്മളൊരു മൂലയ്ക്ക് അങ്ങനെ നിൽക്കും. പിന്നെ സ്നേഹം വരുമ്പോൾ അങ്ങനെ വരും. അങ്ങനെയൊന്നും സ്നേഹം വരികയില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ. സ്നേഹത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല കേട്ടോ. സ്നേഹത്തിലൂടെ, സ്വാർത്ഥതയിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് തന്നെ പ്രസിദ്ധി വരുത്തുവാൻ, നമുക്ക് തന്നെ ബഹുമാനം വരുത്തുവാൻ, നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാനൊക്കെ വേല ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ സ്നേഹം ആചരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സ്നേഹം ആചരിക്കാനായിട്ട് ഉത്സാഹിക്കുക. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിക്കണം. അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത്, നാം ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കാര്യവും സ്നേഹത്തിൽ വേണം ചെയ്യാനെന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. ആത്മീക വരങ്ങൾ വാഞ്ചിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും, ഈ വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വരങ്ങളില്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വരങ്ങൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? കർത്താവേ തരണമേ തരണമേ എന്ന് പറയണം, അതല്ലയോ? അതല്ല വാഞ്ചിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ആത്മവരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിഭജിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് 12-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായി. വരങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? വരങ്ങൾ കിട്ടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് വരം കൊടുക്കണമോ, എന്ത് വരം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം ആ വരം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെയാണ് ആത്മവരങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത്. അതാണ്. അപ്പോഴേ ആത്മവരങ്ങൾ വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതിന് ഞാൻ വിശദീകരണം പറയാം. 2 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മവരങ്ങൾ വാഞ്ചിക്കുക എന്ന് പറയുന്ന ആ പ്രസ്താവന ബഹുവചനമാണ്. എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തികളോടുള്ളതായിരിക്കുന്ന നിർദ്ദേശമല്ല, സഭയോടുള്ളതായിരിക്കുന്ന നിർദ്ദേശമാണ്. ഇത് ബഹുവചനമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരായിട്ട് വാഞ്ചിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? സഭയോടുള്ളതായിരിക്കുന്ന നിർദ്ദേശമാണ്. വാഞ്ചിക്കുക എന്നുള്ളതായിരിക്കുന്ന വാക്ക്, ആ വാക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ആഗ്രഹിക്കുക എന്നുള്ളതിനേക്കാളും ഉപരി പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന ആ ഒരു നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ ആത്മവരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പ്രയോജനകരമായിരിക്കുന്ന വരങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതായിരിക്കുന്ന നിർദ്ദേശമാണ് പൗലോസ് നൽകുന്നത്. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുക എന്നുള്ളതായിരിക്കുന്ന നിർദ്ദേശം യഥാർത്ഥത്തിൽ 12-ാമത്തെ അധ്യായത്തിലുണ്ടല്ലേ. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതും ബഹുവചനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയിൽ ഉപയോഗിക്കുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതായിരിക്കുന്ന വരങ്ങളെന്ന് പറയുന്നത് ശ്രേഷ്ഠ വരങ്ങളായിരിക്കണം, അല്ലെങ്കിൽ പ്രയോജനകരമായിരിക്കുന്ന വരങ്ങളായിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം നിങ്ങൾ ആത്മവരങ്ങൾ വാഞ്ചിക്കണം. നിങ്ങൾ വാഞ്ചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വരം ഏതാണ്? പ്രവചനവരം വാഞ്ചിപ്പീൻ എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പം ഞാനതിനെ സംക്ഷിപ്തീകരിച്ച് ഞാനൊരു പ്രസ്താവന പറഞ്ഞോളാം. എന്നാൽ അതിന് മുന്നമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആത്മവരങ്ങളിൽ ഈ അന്യഭാഷ അതുപോലെ തന്നെ പ്രവചനം എന്ന് പറയുന്നത് എന്താണ്? അന്യഭാഷയെ സംബന്ധിച്ച് മനുഷ്യർക്ക് വലിയ ആശയക്കുഴപ്പമാണ്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പമാണ്. ഞാൻ അന്യഭാഷ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കുന്ന പദമെന്ന് പറയുന്നത് ഗ്ലോസ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അന്യഭാഷ, എന്നുള്ളതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്ലോസോലാലിയ എന്ന് പറഞ്ഞാൽ അന്യഭാഷകൾ സംസാരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അന്യഭാഷയ്ക്ക് ഉള്ളതായിരിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഗ്ലോസലാലിയ. ഗ്ലോസലാലിയ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് അന്യഭാഷ പറയുക എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലോസ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വാക്ക്, ഗ്ലോസ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്ലോസ എന്ന് പറഞ്ഞാൽ നാക്ക് എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന അർത്ഥം. അപ്പോൾ അതിന് ആലങ്കാരികമായിരിക്കുന്ന ഒരർത്ഥമുണ്ട്. നാക്ക് എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്താ? നാക്കുകൊണ്ട് സംസാരിക്കുക. ചില ആളുകളുടെ നാക്കിന് യാതൊരു നിയന്ത്രണമില്ല കേട്ടോ, അത് വേറെ. അത് ഒരു വെല്ലുവില്ല, ബ്രേക്കില്ല, ചുമ്മാ അങ്ങ് സംസാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ
നാവിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? നാക്ക് രുചി നോക്കാൻ കൊള്ളാമെന്നുള്ള കാര്യം ശരിയാ, പക്ഷെ അതിനേക്കാളും പ്രാഥമികമായിരിക്കുന്ന ഉപയോഗം എന്താ? സംസാരിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗ്ലോസ എന്ന് പറഞ്ഞാൽ സംസാരത്തിന് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഭാഷ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഗ്ലോസ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം നാക്ക് എന്നാണ് എങ്കിലും അതിൻ്റെ ആലങ്കാരികമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമെന്ന് പറയുന്നത് ഭാഷ, സംസാരിക്കാനായിട്ട് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്ന മുഖാന്തരം എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ് ഗ്ലോസ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കിനുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഗ്ലോസ എന്ന് പറയുന്നത് ഭാഷയാണ് എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് ഒരു ഭാഷയാണ് എന്ന് പറയുന്നത്. അവിടെ ലൂക്കോസ് ഉപയോഗിക്കുന്നതായിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഡയലക്റ്റ്, ഡിയാലക്ടോസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. ഡയലക്റ്റ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഭാഷ എന്നല്ലാതെ മറ്റൊരു നിലയിലും ആരും ഒരിക്കലും പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ഡയലക്റ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് ഭാഷ എന്നല്ലാതെ മറ്റൊരു വിധത്തിലും ആരും പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതായിരിക്കുന്ന അന്യഭാഷ ഭാഷയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. സംശയമുള്ള ആളുകൾ തുടർന്നും അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം വായിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞു, ഈ സംസാരിക്കുന്ന എല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മളുടെ ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അപ്പോൾ ഓരോരുത്തരും ജനിച്ചതായിരിക്കുന്ന ഏതാണ്ട് 18 ഭാഷക്കാരായിരിക്കുന്ന ആളുകൾ പെന്തക്കോസ് നാളിൽ ഉണ്ടായിരുന്നു. അപ്പം അവര് ജനിച്ചതായിരിക്കുന്ന, അവർ പറഞ്ഞതായിരിക്കുന്ന ഭാഷയിലാണ് ഈ അന്യഭാഷ പറഞ്ഞതായിരിക്കുന്ന ആളുകൾ സംസാരിച്ചത് എന്ന് അവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നത് അന്യ ഭാഷയാണ്, അത് ഭാഷയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, അന്യഭാഷ എന്ന് പറയുന്നത് ഒരു അത്ഭുതപരമല്ലേ? ഒരു അത്ഭുതപരമല്ലേ? അന്യഭാഷയുടെ അത്ഭുതം എന്താ? അന്യഭാഷ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കണ്ണടച്ചതിന് ശേഷം എനിക്ക് വായി തോന്നുന്നതൊക്കെ പറയാം, അതാണ് അത്ഭുതം. ഞാനങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് കണ്ണും കടച്ചു, ചിലർ കണ്ണടക്കില്ല, അത് വേറെ കാര്യം. എന്നിട്ട് ചുമ്മാ വായി തോന്നി കുറേ കാര്യങ്ങൾ പറയാ. അതിനെന്ത് അത്ഭുതമാണ് വേണ്ടിയേ? അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് കഴിവില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. അതിനൊരു കഴിവും വേണ്ട, വെറുതെ പറഞ്ഞാൽ മതി. ഒരാൾ അന്യഭാഷയെ കുറിച്ച് പറഞ്ഞു കുഞ്ഞാൻ അധികം പറയണ്ട, നിയന്ത്രണമൊക്കെ അങ്ങ് വിട്ടുകൊടുത്തേക്കാണ്, ഒന്നും ചിന്തിക്കട ഉമ്മ ഒക്കെ പറയാണ്. അതാണ് പലപ്പോഴും അന്യഭാഷയായിട്ട് വിചാരിക്കുന്നത്. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അന്യഭാഷ ഒരു അത്ഭുതമായിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ പഠിക്കാത്ത ഭാഷയിൽ സംസാരിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പ്രത്യേക കഴിവാണ് അന്യഭാഷ. നിങ്ങൾ ആവേശം വന്നു, ചാടി അങ്ങ് എഴുന്നേറ്റു, എന്നിട്ട് ജർമ്മൻ ഭാഷയിൽ സംസാരിക്കാനാണെങ്കിൽ തീരുമാനം മനസ്സിൽ ഇരിക്കുകയുള്ളൂ, സംസാരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് കൃപ പ്രത്യേകമായിട്ട് സ്വർഗത്തിലെ ദൈവം പ്രത്യേകമായ ഒരു കൃപ തന്നാൽ അല്ലാതെ അറിയാൻ വയ്യാത്തൊരു ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അന്യഭാഷയുടെ അത്ഭുതം എന്ന് പറയുന്നത് അന്യഭാഷയായതുകൊണ്ടാണ്. ഞാൻ പ്രസിദ്ധപ്പെടുത്തിയതായിരിക്കുന്ന ഒരു പ്രസ്താവന ഇതിനോട് ചേർത്ത് ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ടുള്ള പ്രസ്താവനയാണ്. അന്യഭാഷ അല്ലെങ്കിൽ അന്യഭാഷയല്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അന്യഭാഷ വേറെ ഒരു ഭാഷയല്ലെങ്കിൽ അത് ബൈബിളിൽ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്ന പരിപാടിയല്ല. അന്യഭാഷ അത്ഭുതപരമായിരിക്കുന്നതും അതിൻ്റെ അത്ഭുതവും അതിൻ്റെ പ്രത്യേകതയും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മനുഷ്യർ പഠിക്കാത്തതായിരിക്കുന്ന ഒരു ഭാഷയിൽ അവർക്ക് സംസാരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പ്രത്യേകമായിരിക്കുന്ന കഴിവാണ്. മാത്രമല്ല, നിങ്ങൾ അന്യഭാഷയെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കുന്നതായിരിക്കുന്ന 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അന്യഭാഷ, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തവയല്ല. ഭാഷ അറിയാൻ ഞാൻ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. ബർബരൻ എന്നുള്ളതായിരിക്കുന്ന പരിഭാഷ മലയാള പഴയ വേദപുസ്തകത്തിലെ പരിഭാഷ. ബർബരൻ എന്ന് പറഞ്ഞാൽ എന്താ?
ബർബർ എന്ന് പറഞ്ഞാൽ ബർബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാത്ത വേറെ ഭാഷ പറയുന്ന ആളിനെയാണ് ബർബർ എന്ന് പറയുന്നത്. ഗ്രീക്ക് അല്ലാതെ മറ്റ് ജാതികൾ ഭാഷ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവന്മാർ എന്തോ എന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? അങ്ങനെയാണ് ഈ ബർബർ എന്നുള്ളതായിരിക്കുന്ന വാക്ക് വന്നത്. അങ്ങനെയാണ് ബർബരന്മാരായിരിക്കും. ഭാഷ പറയുമ്പോൾ ആ ഭാഷ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് ഭാഷ മനസ്സിലാകുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് മനുഷ്യര് പഠിക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മറ്റുള്ളവരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുന്ന കഴിവിനെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ഈ 14-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പഴയ നിയമം എന്നുള്ള അർത്ഥത്തിലാണ്. യെശയ്യാ പ്രവചനം 28-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അവര് കേട്ടതായിരിക്കുന്ന, അതായത് അസീരിയൻസ് അവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവർ കേട്ടതായിരിക്കുന്ന ഭാഷയെക്കുറിച്ചായി പറയുന്നത്. അവർ കേട്ട ഭാഷ ഏതാ? അവർ കേട്ട ഭാഷ എന്ന് പറയുന്നത് അവിടെ ഉള്ളതായിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞ ഭാഷയാണ്, അല്ലാതെ ചറുപറ പറഞ്ഞതല്ല. അവർ കേട്ടതായിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ആ ദേശത്തുള്ളതായിരിക്കുന്ന മനുഷ്യർ പറഞ്ഞ ഭാഷയാണ്. പക്ഷെ ആ ഭാഷ ഇവർക്ക് അറിയില്ല, അതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല. അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരടയാളമായിട്ടാണ് അവർക്ക് കൊടുത്തത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പൗലോസ് പറയുന്ന കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അന്യഭാഷ അല്ലെങ്കിൽ അന്യഭാഷയല്ല. അന്യഭാഷ വേറെ ഒരു ഭാഷയല്ലെങ്കിൽ അത് ബൈബിളിൽ പറയുന്ന അന്യഭാഷയല്ല. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നത് ബൈബിളിലെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മനസ്സിരിക്കട്ടെ എന്ന് പറയും. അതങ്ങ് മനസ്സിരിക്കട്ടെ. അവിടെ യൂജിൻ ഡൈഡ എന്ന് പറയുന്നതായിരിക്കുന്ന വിശ്വപ്രസിദ്ധനായിരിക്കുന്ന ഒരു ലിംഗ്വിസ്റ്റ്, അദ്ദേഹം അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഈ അന്യഭാഷയെ സംബന്ധിച്ചൊരു പ്രത്യേകിച്ചൊരു താല്പര്യം. അദ്ദേഹം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ അന്യഭാഷ പറയുന്ന സ്ഥലത്തൊക്കെ പോയി അത് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അദ്ദേഹം നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് അന്യഭാഷകൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ അന്യഭാഷകളെ അദ്ദേഹം പരിശോധിച്ചു. എല്ലാ ഭാഷയൊന്നും അദ്ദേഹത്തെ അറിയത്തില്ലെന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ ലോകത്തിലെ ഏറ്റവും വിദഗ്ധനായിരിക്കുന്ന ഭാഷാ പണ്ഡിതനാണ്. പക്ഷേങ്കിൽ ഒരു ഭാഷയ്ക്കുള്ളതായിരിക്കുന്ന ക്രമം എന്താണ്, ഒരു ഭാഷയാണോ എന്ന് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന നൈപുണ്യം, പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം ഈ അന്യഭാഷയെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം അതിന് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന് പറയുന്ന മാസികയിൽ വന്ന ഒരു ലേഖനത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടതായിരിക്കുന്ന അന്യഭാഷ എന്ന് പറയുന്നത് നോൺസെൻസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഞാൻ കേട്ടതായിരിക്കുന്ന അന്യഭാഷയ്ക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പേരെന്ന് പറയുന്നത് നോൺസെൻസ് എന്നുള്ളതായിരിക്കുന്ന പേരാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. അന്യഭാഷയായിരിക്കുന്നത് കൊണ്ടാണ് അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു ക്രമീകരണമായിരിക്കുന്നത്. അതുകൊണ്ട് അന്യഭാഷ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അന്യഭാഷയാകില്ല. ഞാൻ പറയാം, ആധുനികമായിരിക്കുന്ന അന്യഭാഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ പരാതി അതാണ്. ഇന്ന് അന്യഭാഷയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ആരും അന്യഭാഷ പറയുന്നില്ല. പറയുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. അവരെ സംബന്ധിച്ച് എനിക്ക് വളരെ ബഹുമാനമേ ഉള്ളൂ. പഠിക്കാത്തൊരു ഭാഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സംസാരിക്കാനായിട്ട് ആളുകൾക്ക് കഴിയുമെങ്കിൽ അത് ദൈവം കൊടുത്തൊരു പ്രത്യേക കൃപയല്ലേ? അതിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതല്ലേ? ബഹുമാനിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ പഠിക്കാത്തൊരു ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അത് നിലനിർത്തണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് അന്യഭാഷ പറയുന്നതായിരിക്കുന്ന ഈ ആളുകൾ പറയുന്ന ഭാഷ യഥാർത്ഥത്തിൽ ഭാഷയല്ല, അത് വാക്കുകൾ ചുമ്മാതെ വെറുതെ അങ്ങ് പറയുക. നിങ്ങൾ തന്നെ അന്യഭാഷ കേട്ടാൽ അറിയാം, ഭാഷ സംസാരിക്കുമ്പോൾ ഒരേ വാക്ക് ആവർത്തിക്കുന്നത് വളരെ വിരളമാണ്, അല്ലേ? നിങ്ങളിപ്പോൾ ഞാൻ തന്നെ സംസാരിക്കുന്നു, ഏത് വാക്കാണ് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നത്? അപ്പം അങ്ങനെ ആവർത്തനമെന്ന് പറയുന്നത് ഭാഷയ്ക്ക് വിരുദ്ധമാണ്. എന്നാൽ അന്യഭാഷകളെന്ന് പറയുന്നത് ലാ ഇലാ ഇല്ല 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 എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. അപ്പം അത് അന്യഭാഷയല്ല, അത് നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ പറയുന്നതാണ്. എനിക്കത് വിരോധമില്ല, നിങ്ങളങ്ങനെ പറഞ്ഞോളൂ. പക്ഷെങ്കിൽ അത് അന്യഭാഷയാണെന്ന് പറയരുത്. അപ്പം ഞാൻ അന്യഭാഷയെക്കുറിച്ച്, ഇന്നത്തെ ആധുനിക അന്യഭാഷയെക്കുറിച്ചുള്ള എൻ്റെ ഒരു നിഗമനം
അത് നിങ്ങളതിൻ്റെ എൻ്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ അത് എടുത്താൽ മതി, അതിന് അത്രയും വിലയും കൊടുത്താൽ മതി. എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, അന്യഭാഷ എന്ന് പറയുന്നത് മാനസികമായ നിലയിൽ നമുക്ക് വളരെ സന്തോഷം വരുമ്പോൾ നാം പുറപ്പെടുവിക്കുന്നതായിരിക്കുന്ന ചില സന്തോഷത്തിൻ്റെ ശബ്ദങ്ങളാണ്. അതാണ് ആധുനികമായിരിക്കുന്ന അന്യഭാഷ എന്ന് പറയുന്നത്. അതിനകത്തൊരു സുഖമുണ്ട് കേട്ടോ. ഞാനും ഏതാണ്ടൊക്കെയോ എന്ന് പറഞ്ഞ ആളാണ്, ഭയങ്കര ശരിക്കും പറയാൻ പറ്റിയില്ല, അത് ശരിയാണ്. അപ്പം പിന്നെ കുറുക്കന് മുന്തിരിങ്ങ കിട്ടാഞ്ഞ കൊണ്ടാണോ ഇങ്ങനെ ഇത് കുളിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഞാൻ ആടി, അപ്പം അതായത് ഈ അന്യഭാഷ വരാൻ തുടങ്ങി, അപ്പം ഞാനിങ്ങനെ ഒന്ന് ആടി, പക്ഷെങ്കിൽ പറഞ്ഞില്ല. അതിന് മുമ്പേ ഏതായാലും എന്തോ ഡിസ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റിയില്ല. ഏതായാലും അങ്ങനെ ഒരു അനുഭവമൊക്കെ എനിക്കുണ്ട്. അവിടെ അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. കർത്താവേ നീ മാത്രമേ ഉള്ളൂ. 16 സങ്കീർത്തനമൊക്കെ അവർ പറയണേ, കർത്താവേ നീ ഒഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ല, ഭൂമിയിലെ എല്ലാ സമ്പത്ത് എല്ലാ അനുഗ്രഹവും നീ തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കർത്താവിനെ ധ്യാനിച്ചിരിക്കുകയാണ്. ഹൃദയം അങ്ങനെ അങ്ങോട്ട് ഉയർന്നൊരു പർട്ടിക്കുലർ ലെവലിൽ വന്നു. അവരെന്തൊക്കെയോ പറഞ്ഞു. അതൊരു നല്ല സന്തോഷകരമായ കാര്യമില്ലയോ? അത് നല്ല കാര്യമാണ്, നല്ല സന്തോഷമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര കുതിപ്പാ, എന്തോ സന്തോഷമാണ്. പക്ഷെങ്കിൽ അത് ബൈബിളിലെ അന്യഭാഷയല്ല. അത് നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയതായിരിക്കുന്ന ഒരു അനുഭവമേ ഉള്ളൂ. അത് നിങ്ങൾ തുടരണോ പറയണോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ദൈവമായിട്ട് തീരുമാനിച്ചാൽ മതി. പക്ഷേ അതിനെ അന്യഭാഷയെന്ന് വിളിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് അന്യഭാഷയല്ല, അത് ബൈബിളിൽ പറയുന്നതായിരിക്കുന്ന അന്യഭാഷയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്യഭാഷയുടെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് അദ്ദേഹം അറിയാൻ വയ്യാത്തതായിരിക്കുന്ന ഭാഷ സംസാരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന കഴിവാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്നതായിരിക്കുന്ന അന്യഭാഷകൾ ഇന്ന് ഇല്ല തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഭാഷ പറയുന്നവരായിട്ടുണ്ട് എങ്കിൽ അവരെ എന്നെ ഒന്ന് അറിയിച്ചാൽ എനിക്കത് വളരെ സന്തോഷമാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നിശ്ചയമായിട്ടും ചെയ്യണം എന്ന് എൻ്റെ കേൾവിക്കാരോട് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അപ്പം അന്യഭാഷ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പ്രസ്താവന ഓർത്തിരിക്കാൻ നല്ലൊരു പ്രസ്താവനയാണ്. അന്യഭാഷ അല്ലെങ്കിൽ അന്യഭാഷയല്ല എന്നോർത്താൽ മതി. അന്യഭാഷ അല്ലെങ്കിൽ അന്യഭാഷയല്ല, അത് ബൈബിളിൽ പറയുന്നതായിരിക്കുന്ന അന്യഭാഷയല്ല. രണ്ടാമത് പ്രവചനത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് സ്പീച്ച്. ദൈവം ഒരു വ്യക്തിക്ക് തൻ്റെ വചനം നേരിട്ട് നൽകി അത് പറയുവാൻ നൽകുന്നതായിരിക്കുന്ന കഴിവാണ് യഥാർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത്. ദൈവം നേരിട്ട് സംസാരിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് സ്പീച്ച്. ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന നേരിട്ട് നൽകുന്നതായിരിക്കുന്ന ദൈവിക ആലോചന, ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന സന്ദേശം, ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന അറിവ്, അതാണ് യഥാർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത്. അപ്പം പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അറിയാവുന്ന ഭാഷയിലാണ്. പ്രവചനം പറയുന്നത് ആ വ്യക്തിക്ക് അറിയാവുന്ന, കേൾവിക്കാർക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന ഭാഷയിലാണ് അത് സംസാരിക്കുന്നത്. എന്നാൽ അന്യഭാഷ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ്. കാരണം വെച്ചാൽ അവർ പഠിക്കാത്ത, അവർക്ക് അറിയാൻ വയ്യാത്ത ഭാഷയിലാണ് ഈ ആശയം കിട്ടുന്നത്. എന്നാൽ അന്യഭാഷക്കാരൻ അത് വ്യാഖ്യാനിച്ച് കിട്ടിയാൽ അന്യഭാഷയും പ്രവചനവും ഏതാണ്ട് ഒരുപോലെയാണ്. കാര്യം അന്യഭാഷയിൽ കൂടെ ലഭിച്ചതായിരിക്കുന്ന ദൈവിക സന്ദേശം മനസ്സിലാകാത്ത ഭാഷയിലായിരുന്നു. എന്നാൽ ഒരു പരിഭാഷക്കാരൻ എഴുന്നേറ്റ് ആ ഭാഷ പരിഭാഷപ്പെടുത്തി തന്നപ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലായി. അപ്പോൾ പ്രവചനവും ഏതാണ്ട് വ്യാഖ്യാനിക്കുന്ന അന്യഭാഷയ്ക്കും ഒരേ നിലയിലുള്ളതായിരിക്കുന്ന ആ ഒരു രീതിയാണ്. പിന്നെ പ്രവചനത്തിന് കുറച്ചുകൂടി വിശാലമായിരിക്കുന്ന അർത്ഥമുണ്ട് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പ്രവചനപരത്തെക്കുറിച്ച് നിങ്ങൾ 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു പ്രത്യേക ആശയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രവചനപരം എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിന്ന് ഈ പ്രവചനം പറയുക എന്ന് പറയുന്നതാണ്. എന്നാൽ 14-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ പ്രവചനത്തെ അങ്ങനെ മാത്രമല്ല അവർ പരിഗണിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രവചനം പറയുമ്പോൾ ആ പ്രവചനത്തെ വിലയിരുത്തുക, വിശദീകരിക്കുക, അതിനെ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ വ്യാഖ്യാനം വിപുലമാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ആദിമകാലത്തുണ്ടായത്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഇരുന്നു ആ പറഞ്ഞതായിരിക്കുന്ന സന്ദേശം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെയാണോ എന്നതിനെ വിലയിരുത്തുന്നു.
നമ്മൾ തുടർന്ന് ഉള്ളതായിരിക്കുന്ന വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അത് ദൈവവചനമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അതിന് വിശദീകരണമായി, അതിനെക്കുറിച്ച് വിവരണമായി, അതെങ്ങനെ പ്രായോഗികമാക്കാം, അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രഭാഷണങ്ങളായി, അങ്ങനെ ഒരു ക്രമീകരണം പ്രവചനത്തിനുണ്ട് എന്ന് നിങ്ങൾ 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ പറയാം, ഇന്ന് അന്യഭാഷയും പ്രവചനവും ആ നിലയിലില്ലെങ്കിലും, ഇല്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഉണ്ട് എങ്കിലും എനിക്ക് വിരോധമില്ല, അത് സത്യസന്ധമായ രീതിയിലുള്ള അന്യഭാഷയും പ്രവചനവും ആയിരിക്കണം എന്നേ എനിക്കതിനെക്കുറിച്ച് നിർബന്ധമായി പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം, പുതിയ നിയമം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർക്ക് ദൈവം നൽകിയതായിരിക്കുന്ന വെളിപ്പാടുകൾ നമുക്ക് രേഖപ്പെടുത്തി തന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രവചനം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇന്നത്തെ പ്രവചനം എന്ന് പറയുന്നത് ദൈവം പ്രവചനമായി, ദൈവത്തിൻ്റെ വചനമായി, ദൈവത്തിൻ്റെ സന്ദേശമായി പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും നമുക്ക് തന്നതായിരിക്കുന്ന ഈ വചനത്തെ വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, നമുക്ക് പ്രവചനം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രവചനത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്കത് സ്വീകരിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മളതിനെ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞ കാര്യം, പ്രവചനത്തിനും അന്യഭാഷയ്ക്കും ഉള്ളതായിരിക്കുന്ന നിർവചനം എന്താണ് എന്നതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ആദ്യത്തെ 1-ാമത്തെ വാക്യവും തുടർന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങളും എല്ലാം കൂടെ സംക്ഷേപിച്ച്, അല്ല ആദ്യത്തെ വാക്യം സംക്ഷേപിച്ച് ഞാൻ പ്രസ്താവന പറയാം രണ്ടാമതായിട്ട്, എന്നിട്ട് മൂന്നാമതായിട്ട് ഞാൻ താഴെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിങ്ങളോട് ഒരു പ്രസ്താവന പറയാം. അങ്ങനെ 3 പോയിന്റുകൾ പറഞ്ഞാൽ എൻ്റെ പ്രസംഗം തീരും. അപ്പം 3-ാമത്തെ പോയിന്റ് വരുമ്പോൾ അവസാനമായി എന്നുള്ള ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാനൊരു 3 പോയിന്റാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹം ആദരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ആളുകൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ വേണം നമ്മൾ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട്. 14-ാമത്തെ അധ്യായത്തിലെ വലിയ ശ്രദ്ധയെന്ന് പറയുന്നത്, ദൈവമക്കൾക്ക്, നമ്മളോട് കൂടെയുള്ള ആളുകൾക്ക് ആത്മീക വർധന വരുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഞാൻ സഭയിൽ പ്രാർത്ഥിക്കുന്ന ആളുകളോടും വചനം പറയുന്ന ആളുകളോടൊക്കെ പറയാം, ദൈവം കേൾക്കുമെന്നുള്ള ഒരു ഡിമെൻഷൻ മാത്രമല്ല ഉള്ളത് കേട്ടോ. ആ ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന ഇഷ്ടമായി, ദൈവത്തിന് ഇഷ്ടമായി എന്നുള്ള കാര്യം വലിയ കാര്യം, അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ കേട്ട ആളുകൾക്ക് ആത്മീയ വർധന വന്നോ എന്നുള്ളതായിരിക്കുന്ന പ്രശ്നമുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞതൊക്കെ തമ്പുരാൻ മനസ്സിലായി എന്ന്, പക്ഷേ കേട്ട ആളുകൾക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അത് അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം, തമ്പുരാനെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, തമ്പുരാനെ സഹായിക്കുകയും വേണ്ട. പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, അവർക്ക് ആത്മീയ വർധന വരുത്തുന്ന, അവർക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന നിലയിൽ പ്രയോജനകരമായ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ആ നിലയിൽ ധ്യാനിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കരുത് കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മറ്റുള്ളവരുടെ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സഹായകരമായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ദൈവവചനം പറയുമ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് അതുകൊണ്ട് ആത്മീക വർധന പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ നമ്മൾ പറയുവാൻ ആവശ്യമാണ്. അപ്പോൾ അതിനോട് ചേർത്ത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ആത്മീക ശുശ്രൂഷകളെന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, പല ശുശ്രൂഷകളുടെയും ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വാർത്ഥതയാണ്. പ്രാർത്ഥിക്കുന്ന ആളുകൾ, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് അവരെന്താ പ്രതീക്ഷിക്കുന്നത്? ഞാനെന്താ പ്രതീക്ഷിക്കുന്നത് പറയാം, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആളുകളൊക്കെ പറയണം നല്ല പ്രാർത്ഥനയായിരുന്നു എന്ന് പറയണം, അല്ലേ? പ്രസംഗത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ പറയണം ഇത് നല്ല പ്രസംഗമായിരുന്നു, ഇതുപോലെ പ്രസംഗിക്കുന്ന ഒരാളുണ്ടോ, എന്തൊരു പ്രസംഗമാണ് എന്ന് പറയണമെന്നാണ് പലപ്പോഴും ഉദ്ദേശ്യം. മറ്റുള്ള മനുഷ്യർ ഈ പ്രസംഗം കൊണ്ട് പ്രയോജനപ്പെടണം, അവർക്ക് ആത്മീക വർധന ഉണ്ടാകണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ആളുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല,
ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്താവന പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾ എന്തിനാ വേല ചെയ്യുന്നേ? എന്താണ് നിങ്ങളുടെ വേലയുടെ ഉദ്ദേശ്യം? നിങ്ങൾക്ക് വലിയ ആളാകാൻ, ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ അല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെയുള്ള വേലകളെ ദൈവം ആദരിക്കുന്നില്ല. അങ്ങനെയുള്ള വേലകൾക്ക് പ്രാധാന്യമില്ല. നാം ചെയ്യുന്നതായിരിക്കുന്ന വേലകൾ ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവർ നന്മയ്ക്കും വേണ്ടിയാണ്. സ്വാർത്ഥമായിരിക്കുന്ന സ്വയപ്രശംസയ്ക്കായിട്ട് നമ്മളെ തന്നെ പൊക്കാനുള്ളതായിരിക്കുന്ന എല്ലാ പരിപാടിയും ദൈവഹിതപ്രകാരമല്ല. അത് ഏറ്റവും ബാലിശമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് അന്യഭാഷയെയും പ്രവചനത്തെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്യഭാഷ എന്ന് പറയുന്ന ആ വരം വ്യാഖ്യാനമില്ല എങ്കിൽ ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന കാര്യവും ഒരു പരിമിതമായ രീതിയിൽ വ്യക്തിപരമായ പ്രയോജനമുള്ളതുമാണ് എങ്കിലും പ്രവചനമെന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്നതും അവർക്ക് ആത്മീയ വർധന വരുന്നതും അവർക്ക് രൂപാന്തരം വരുന്നതുമാണ് എന്നുള്ളതുകൊണ്ട് അന്യഭാഷയേക്കാളും പ്രാധാന്യം പ്രവചനപരത്തിനാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം ഇച്ചിരി നീണ്ടുപോയല്ലേ എൻ്റെ പ്രസ്താവന. അപ്പോൾ അന്യഭാഷയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾക്കുള്ള പരിമിതി, പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത് വേറൊരു ഭാഷയിലായതുകൊണ്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്യഭാഷയുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 2, 3, 4 വാക്യങ്ങൾ അന്യഭാഷയുടെ പ്രയോജനമായിട്ടാണ് പൊതുവെ ആൾക്കാർ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ഒരു വലിയ സങ്കടം. ഞാൻ ചോദിക്കട്ടെ, 2ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? അന്യഭാഷ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കണം, അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു എന്നാണോ അദ്ദേഹം പറയുന്നത്? ആണോ റോയ്സോര? അല്ല. അവിടെ നോക്ക്, നമ്മൾ പ്രവചനപരം വാഞ്ചിക്കുവാനല്ല, അന്യഭാഷയെക്കാളും അധികം പ്രവചനപരം വാഞ്ചിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾ പറയാന്ന് വിചാരിച്ചോളുക, ചോറിനേക്കാളും നല്ലത് അല്ലെങ്കിൽ അരിയേക്കാളും നല്ലത് ഗോതമ്പാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അരിയേക്കാളും നല്ലത് എന്താ? ഗോതമ്പ്. എന്നിട്ട് അടുത്ത പ്രസ്താവന എന്തായിരിക്കും? അരിയുടെ നന്മ. അതാണോ? അത് വിഷയം. എൻ്റെ പൊന്നെ, അരിയേക്കാളും നല്ല ഗോതമ്പാന്നല്ലയോ പറഞ്ഞത്? അതിനുശേഷം അരിയേക്കാളും നല്ല ഗോതമ്പാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇനി അടുത്ത പ്രസ്താവനയിൽ എന്താ പറയുന്നത്? അരിയുടെ പ്രശ്നവും ഗോതമ്പിന്റെ മെച്ചവും. അതാ പറയുന്നത്, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് വാഞ്ചിക്കേണ്ടത്? പ്രവചനപരം വാഞ്ചിപ്പിൻ, വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പിൻ. പ്രവചനപരം വാഞ്ചിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഉദാഹരണം അനുസരിച്ച് പറയാം, പ്രവചനപരമാണ് അന്യഭാഷയെക്കാളും മെച്ചം. പ്രവചനപരമാണ് അന്യഭാഷയെക്കാളും മെച്ചം. അന്യഭാഷയെക്കാളും മെച്ചമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വ്യാഖ്യാനിക്കാതിരിക്കുന്ന അന്യഭാഷയെക്കാളും എല്ലായ്പ്പോഴും മെച്ചമെന്ന് പറയുന്നത് എന്താണ്? പ്രവചനപരമാണ്. ഇനി തുറന്ന ദൈവം എന്തായിരിക്കും പറയുക? എന്തുകൊണ്ടാണ് പ്രവചനപരം അന്യഭാഷയെക്കാളും മെച്ചമായിരിക്കുന്നത്? അല്ലെങ്കിൽ അന്യഭാഷയുടെ പ്രശ്നം എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കേണ്ട, അന്യഭാഷ വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് 2, 3, 4 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറയാം, അന്യഭാഷയുടെ പ്രശ്നം അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ മെച്ചം. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അന്യഭാഷയുടെ ഗുണമാണോ ദോഷമാണോ? അന്യഭാഷയാണ് പ്രവചനമാണ് അന്യഭാഷയെക്കാളും മെച്ചം. കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നയാൾ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രശ്നമാണ് എങ്കിൽ ദൈവത്തോട് സംസാരിക്കും എന്ന് പറയുന്ന അനുഗ്രഹമാണോ ദോഷമാണോ?
ഞാൻ പറയാം അതതിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ അയ്യോ ദൈവത്തോട് സംസാരിക്കുന്ന പ്രശ്നമാണെന്ന് ഈ ബാബു ജോർജ് സഹോദരൻ പ്രസംഗിച്ചല്ലോ എന്ന് നിങ്ങൾ ഗത്തിലും ഫെലിസ്ത്യ ദേശത്തും പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ അത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു വ്യംഗ്യാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഒരു വ്യംഗ്യാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഗ്രീക്കിൽ സംസാരിക്കുന്നു, ആർക്ക് മനസ്സിലാവും? എനിക്കും ചിലപ്പോൾ മനസ്സിലാകില്ല, കാരണം ചോദിച്ചാൽ ഗ്രീക്ക് അത്ര അറിയില്ല. എന്നെ വായിക്കാം, തകർത്ത് പിടിച്ച് വായിക്കാം. തമ്പുരാന് മാത്രമേ മനസ്സിലായുള്ളൂ, മറ്റാർക്കും മനസ്സിലായില്ല. നല്ല പ്രസംഗമായിരുന്നു. പക്ഷെങ്കിൽ എന്ത് പറ്റി? നമുക്കാർക്കും ഒരു വാക്കും പിടി കിട്ടിയില്ല. വല്ലോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കർത്താവിനെ മനസ്സിലായിട്ടുള്ളത്. അത് ഉള്ള പറഞ്ഞാൽ ഈ അന്യഭാഷയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നത് അന്യഭാഷയായതുകൊണ്ട് ഭാഷ അറിയാൻ വയ്യാത്ത ആൾ ഈ അന്യഭാഷ കേൾക്കുമ്പം പകച്ചിരിക്കുകയല്ലാതെ ഒന്നും പിടികിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന ആള് പറയുന്ന കാര്യം ദൈവത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇവൻ ദൈവത്തോടാണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ അന്യഭാഷ കഴിയുമ്പോൾ കർത്താവിന് കുറെ കൂടെ വിവരം വർദ്ധിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യമൊക്കെ തമ്പുരാന് മനസ്സിലായി. അത് ഞാനൊരു ഫലിതമായി പറഞ്ഞതാണ്, അല്ലാതെ കർത്താവിൻ്റെ അറിവ് വർദ്ധിക്കുമെന്നുള്ളതായിരിക്കുന്ന രീതിയിലല്ല. ഇത് ദൈവത്തിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാകുകയില്ല, അവർക്ക് ഭാഷ അറിയില്ല. അതുകൊണ്ടാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവത്തോട് സംസാരിക്കുന്നത് ആണ് അന്യഭാഷയുടെ പ്രയോജനമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതെന്തൊരു സംസാരമാണ്? ഒരാളിനോട്, ചില ഭാര്യ ഭർത്താക്കന്മാരുടെ കമ്മ്യൂണിക്കേഷൻ ഇതുപോലൊക്കെ ആകട്ടോ, അത് ഞാൻ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുകയില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. അന്യഭാഷയാണ്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങളുടെ സംഭാഷണമാകണമെങ്കിൽ പറയുന്നയാളിന് മനസ്സിലാകണം, കേൾക്കുന്നയാളിന് മനസ്സിലാകണം, അല്ല അതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ കർത്താവിനോട് ഒറ്റ സംഭാഷണം, ഭയങ്കര സംസാരമായിരുന്നു. സംസാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരാളിനോട് ചോദിക്കുക, കർത്താവിനോട് എന്തോ പറഞ്ഞത്? അതെനിക്കറിയത്തില്ല. എന്തെങ്കിലും മനസ്സിലായി? ഒന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ ആ പറഞ്ഞതിനോട് എന്താ ഗുണം? ഞാൻ പറഞ്ഞ ഒരു കാര്യവും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ കർത്താവിന് മനസ്സിലായി കാണും. അത് കർത്താവിന് മനസ്സിലാക്കാനായിട്ട് എന്താണെന്ന് പറയേണ്ടത് ആവശ്യം തന്നെ ഇല്ലായിരുന്നല്ലോ. നമ്മളുടെ കാര്യങ്ങളൊക്കെ കർത്താവിന് അറിയാമല്ലോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആശയവിനിമയം പ്രയോജനകരമാകുന്നത് പറഞ്ഞയാൾ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം അറിയാം, കേട്ടയാൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ ഗ്രഹിച്ചു. അതാണ് ആശയവിനിമയം. അല്ലാതെ ആശയവിനിമയം നടത്താൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞപ്പോൾ എന്തുവാ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, കേട്ടയാളിന് അറിയാമോ? അങ്ങനെ സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ എന്തുവാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പിന്നെന്തുവാ അറിയാവുന്നത്? നിങ്ങൾ പറയുന്ന കാര്യം എന്താ നിങ്ങൾ അറിയണം. പറഞ്ഞതുപോലെ തന്നെ ഗ്രഹിക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത, അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതായിരിക്കുന്ന സംസാരം എന്ന് പറയുന്നത് പ്രയോജനരഹിതമായിരിക്കുന്ന സംസാരമാണ്. അപ്പം അതുകൊണ്ട് അതൊരു വെച്ച് പറച്ചിലാണ്. സാധാരണ ഭാഷയിൽ പറയാമെന്നെങ്കിൽ ഒരു കോറ് വർത്തമാനമാണ്. എന്നിട്ട് കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര അന്യഭാഷയാണ്. പക്ഷെ ആർക്ക് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായുള്ളൂ, ലോകത്തിന് മനുഷ്യർക്ക് പിടികിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു, മിണ്ടാതിരിക്കുന്നതല്ലയോ നല്ലത്, ആർക്കും പിടികിട്ടാൻ. ഒരിക്കൽ വേദാന്താചാരി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രസംഗകനോട്, അന്യഭാഷയുടെ ആരംഭകാലമാണ്, പെന്തക്കോസുകാരുമൊക്കെ വളരെ കത്തി നിൽക്കുന്നതായിരിക്കുന്ന കാലമാണ്. അപ്പം വേദാന്താചാരിയോട് ഒരാൾ ചോദിച്ചു, അന്യഭാഷ കിട്ടിയിട്ടുണ്ടോ, അറിയാമോ എന്ന് ചോദിച്ചു. അതേ ഒരു വെല്ലുവിളിയാണ്. അന്ന് PhD ഒക്കെ ഉള്ള ആളാണ്, ഡോക്ടർ വേദാന്താചാരി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്ത് ഭാഷയാണെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞയാൾ പറഞ്ഞു, ലോകത്തിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തമിഴിനാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ആർക്കും തെരിയാത്ത ഭാഷ ഉനക്കും തെരിയാതെ. ആർക്കും മനസ്സിലാകാൻ വയ്യാത്ത ഭാഷയാണെങ്കിൽ എനിക്കും അത് മനസ്സിലായിട്ടില്ല, എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആർക്കും തെരിയാത്ത ഭാഷ ഉനക്കും തെരിയാതെ. അതെന്തിനായി വെറുതെ പറയുന്നത്?
അപ്പം നമ്മൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയില്ല, മറ്റുള്ള കേൾക്കുന്ന മനുഷ്യർക്കും അറിയില്ല. വല്ലതും അറിയാമെങ്കിൽ ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്ന് പറയുന്നത് സംസാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു പ്രസ്താവനയല്ല, സംസാരത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ്. അപ്പം അന്യഭാഷയുടെ പ്രശ്നം എന്താ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നു. ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് ദൈവത്തിനല്ലാതെ മനുഷ്യർക്കാർക്കും കഴിയുകയില്ല. എന്നാൽ നല്ല കാര്യമൊക്കെയാ പറയുന്നത് കേട്ടോ, ആരും തിരിച്ചറിയുന്നില്ല. ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവന ഇത് ഭാഷയല്ല എന്ന് പറയാനായിട്ട് ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ആരും തിരിച്ചറിയുന്നില്ല. ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യം എന്താ? ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭാഷ അറിയാവുന്നവർ ആരും ആ സഭയിലില്ലെന്ന്. പെന്തക്കോസ് നാളിൽ 18 ഭാഷക്കാർ നിൽക്കുന്ന സമയത്താണ് അന്യഭാഷ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആരെങ്കിലും തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. വ്യത്യസ്ത ഭാഷക്കാരാണ്. കൊരിന്ത്യയിൽ എത്ര ഭാഷ അറിയാം? കൊരിന്ത്യയിൽ എത്ര ഭാഷ അറിയാമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും 18 ഭാഷ എന്ന് അറിയില്ല. കൊരിന്ത്യക്കാർക്കൊരു ഭാഷ, അല്ലെങ്കിൽ 2 ഭാഷ, അതിൽ കൂടുതൽ അറിയില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ പറയുന്ന ആൾ പറഞ്ഞ കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ആത്മീകമായി ആത്മാവിൽ ദൈവം നൽകിയതായിരിക്കുന്ന രഹസ്യങ്ങളെ സംബന്ധിച്ച്, മർമ്മങ്ങളെ സംബന്ധിച്ച് സന്ദേശമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രശ്നമേ ഉള്ളതൊന്നും വ്യാഖ്യാനിച്ച് കിട്ടണം എന്ന് പറയുന്ന ഒരു കാര്യം. ഇതൊന്ന് പരിഭാഷപ്പെടുത്തി കിട്ടിയാൽ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ പരിഭാഷയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ അവിടെ അന്യഭാഷയുടെ പ്രശ്നമെന്ന് പറയുന്ന, അന്യഭാഷ പറയുന്ന ആൾ പറയുന്ന കാര്യം ദൈവത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ, മനുഷ്യർക്കാർക്ക് മനസ്സിലാകുകയില്ല. നല്ല കാര്യമൊക്കെയാണ് പറയുന്നത്, പക്ഷെ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് അന്യഭാഷയുടെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് പൗലോസ് പറയുന്നത്. എന്നാൽ പ്രവചനവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തിട്ട് എന്താ പറയുന്നത്? പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. കാര്യം അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഈ ഭാഗം പറഞ്ഞപ്പോഴും എൻ്റെ ഒരു ധാരണയാണ്, അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രവചനത്തിൻ്റെ സന്ദേശം മാത്രമല്ല, ആ പറഞ്ഞതായിരിക്കുന്ന സന്ദേശം ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ മറ്റ് ചില ആളുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവിടെ 3 പ്രയോജനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവചനത്തിൻ്റെ 3 പ്രയോജനം, ഞാൻ പറയാം, ഇന്ന് പ്രസംഗത്തിൻ്റെ പ്രയോജനം ഇത് തന്നെയായിരിക്കണം. ഈ 3 പ്രയോജനമുണ്ട് അല്ലേ? 3 പ്രയോജനം. അതെന്താണെന്ന് ചോദിച്ചാൽ ആത്മീക വർധന, എഡിഫിക്കേഷൻ; 2 പ്രബോധനം; 3 ആശ്വാസം. അവിടെ ഈ 3 കാര്യങ്ങളാണ് പ്രസംഗം കൊണ്ട് നടക്കേണ്ടത്. അതാണ് പ്രവചനം കൊണ്ട് നടക്കുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആത്മീയ വർധന എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീക വർധന എന്ന് പറയുന്ന ആ വാക്ക് കെട്ടിട നിർമ്മാണത്തോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്കാണ്. കെട്ടിട നിർമ്മാണത്തോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന വാക്കാണ് ഒയ്ക്കോഡോമിയോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. ബിൽഡിംഗ് അപ്പ്, പണിയുക എന്ന് പറയുന്നതായിരിക്കുന്ന ആശയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസവർദ്ധന വരത്തക്ക രീതിയിൽ, അവർക്ക് ഉപദേശങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കത്തക്ക രീതിയിൽ, അവരെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ ഉള്ളതായിരിക്കുന്ന ഒരു പണി, ഉറപ്പിക്കുന്നതായിരിക്കുന്ന, വളർച്ച വരുത്തുന്നതായിരിക്കുന്ന, സ്ഥിരപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ഡിമെൻഷൻ നമ്മളുടെ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കണം. ആളുകൾക്ക് പരിജ്ഞാനം വരുത്തുന്ന, ഉപദേശത്തെക്കുറിച്ച് വ്യക്തത വരുത്തുന്ന, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന, ദൈവത്തോടുള്ള ബന്ധത്തെ മനസ്സിലാക്കുന്ന, നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആ ഒരു ഡിമെൻഷന് വരണം. അതാണ് ആത്മീക വർധന എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രബോധനം എന്ന് പറയുന്ന വാക്കാണ്. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രബോധനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിതത്തിന് രൂപാന്തരം വരത്തക്ക രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് പ്രബോധനം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ജീവിതത്തിന് രൂപാന്തരം വരുത്താത്ത പ്രസംഗങ്ങളും പ്രസംഗത്തിൻ്റെ കേൾവിയും ഭക്തിയും പ്രയോജനരഹിതമായിരിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുക, സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുക, ഹൃദയത്തിൽ സ്നേഹമുളവാക്കുക, മറ്റുള്ളവരെ പരിഗണിക്കുവാൻ പഠിക്കുക, ഇതൊക്കെയാണ് പ്രസംഗം കേൾക്കുന്നവരുടെ പ്രയോജനം എന്ന് പറയുന്നതാണ്. നമ്മൾ ജീവിതം വ്യതിയാനപ്പെടണം.
നമ്മളുടെ ഭാഷ വ്യത്യാസപ്പെടണം, നമ്മളുടെ മൂല്യങ്ങൾ വ്യത്യാസപ്പെടണം, നമ്മളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടണം. അതാണ് പ്രസംഗത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ പ്രബോധനം, ആളുകളെ ഉത്സാഹിപ്പിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ, അതനുസരിച്ച് ജീവിതം വ്യതിയാനപ്പെടുവാൻ, സ്വഭാവം വ്യത്യാസപ്പെടുവാൻ, കാഴ്ചപ്പാടുകൾ വ്യത്യാസപ്പെടുവാൻ അതിന് സഹായകരമായിരിക്കുന്ന നിലയിൽ വേണം പ്രസംഗം നടക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യവും വളരെ നല്ല കാര്യം, ആശ്വാസത്തിനായി ഒരു പ്രസംഗകൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ ആശ്വാസത്തിനായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കേൾവിക്കാരെ കുറയുകയില്ല എന്ന് പറഞ്ഞു. If you are preaching to broken hearts and broken lives, you will never miss an audience. നിങ്ങൾക്ക് ഒരിക്കലും കേൾവിക്കാരെ നിങ്ങൾക്ക് കുറഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദുഃഖകരമായിരിക്കുന്ന, വേദന നിർഭരമായിരിക്കുന്ന, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഒക്കെ മനുഷ്യർക്ക് ആശ്വാസം വരുത്തുന്ന, അവർക്ക് ധൈര്യം വരുത്തുന്ന, അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളാകണം. ഞാൻ പറയട്ടെ, ഈ നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം വരണം എന്നുള്ളതായിരിക്കുന്ന വിഷയം പറഞ്ഞാൽ നിങ്ങൾക്കത് ബാധകമാണോ? വി ആർ ഓൾ ബ്രോക്കൺ പീപ്പിൾ. നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന, കഷ്ടം സഹിക്കുന്ന, പ്രതിബന്ധങ്ങൾ നേരിടുന്നതായിരിക്കുന്ന ആളുകളാണ്. ഞാനും ഭാര്യയും കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ജീവിതത്തിൽ വിനയപ്പെടുവാൻ ആവശ്യമില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും എന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവരെ സഭയിൽ നിന്ന് പുറത്താക്കണം. ദൈവത്തിൻ്റെ യാതൊരു സഹായവും എനിക്ക് വേണ്ട, ഞാൻ തന്നെ ജീവിച്ചോളാം, അങ്ങനെയൊക്കെ പറയുന്നതിന് ആൾക്കാരുണ്ട് കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിൽ അങ്ങനെ ആ ചിന്ത. അയ്യോ കർത്താവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ നീ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴുകി എനിക്കൊരു നന്മയുമില്ല. We desperately need God. നമുക്ക് ദൈവം അനിവാര്യമാണ്. ദൈവത്തെ കൂടാതെ ഒരു നിമിഷം ജീവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആശ്വാസത്തിൻ്റെ വചനം, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമ്മളുടെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലാണ്. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ട്. അവൻ നമ്മെ സഹായിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, പ്രതീക്ഷ നൽകുന്ന, നമ്മുടെ ജീവിതങ്ങളെ പണിയുന്ന ദൈവമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത്. അപ്പം ഇതാണ് ആളുകളോട് പറയേണ്ടത്, അല്ലേ? ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ സമയം അവസാനിച്ചു എന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് അന്യഭാഷയുടെ പ്രയോജനമാണോ അന്യഭാഷയുടെ പ്രശ്നമാണോ? നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കേണ്ട, പ്രവചിച്ചാൽ മതി. കാരണം എന്താ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ ഏതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്? തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്ന അന്യഭാഷ സംസാരിക്കുക അല്ല. തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രയോജനമായിട്ടല്ല പറഞ്ഞത്, പിന്നെയോ അതിനൊരു പ്രശ്നമായിട്ടാണ്. ഞാൻ പറയാം, അന്യഭാഷ പറയുന്നത് വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അത് പറഞ്ഞയാളിനല്ലാതെ മറ്റാർക്കും വന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അന്യഭാഷ പറയുന്നയാൾ പറയുന്ന കാര്യം വ്യാഖ്യാനിച്ച് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ അന്യഭാഷ പറഞ്ഞതുകൊണ്ടുള്ളതായിരിക്കുന്ന ഗുണമെന്ന് പറയുന്നത് അന്യഭാഷ പറഞ്ഞയാളിനേ ഉള്ളൂ, മറ്റാർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അല്ലാതെ അന്യഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വയം തനിക്ക് തന്നെ ആത്മീക വർധന വരുത്താനുള്ളതായിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും അന്യഭാഷ സംസാരിക്കണം. അങ്ങനെയല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സഭയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ അന്യഭാഷകൾ പരിഭാഷപ്പെടുത്തി പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ പ്രയോജനം വരുത്തി ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അന്യഭാഷ പറയേണ്ട, പ്രവചിച്ചാൽ മതി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മറ്റുള്ളവരുടെ
സഭയ്ക്ക് ആത്മീക വർധന വരുത്തുവാൻ കഴിയുന്നത് അത് അവർക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ്. അന്യഭാഷയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില ആളുകൾ പറയുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തുവാനുള്ളതായിരിക്കുന്ന പ്രൈവറ്റ് പ്രയർ, അത് നമ്മുടേതായിരിക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന പ്രാർത്ഥനാ ഭാഷയാണ് എന്ന് ചിലർ പറയാറുണ്ട്. പൗലോസ് അങ്ങനെ പറയുന്നില്ല കേട്ടോ. പൗലോസ് അങ്ങനെ പറയുന്നില്ല. അന്യഭാഷ സംസാരിക്കുന്നയാള് ദൈവത്തോട് സംസാരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു പരിപാടിയാണിത്, സ്വയമായിട്ട് ആത്മീയ വർധന വരുത്താനുള്ള ക്രമീകരണമാണ് എന്നല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വയമായിട്ട് ആത്മീയ വർധന വരുത്താനുള്ള പരിപാടിയാണ് അന്യഭാഷയെങ്കിൽ അന്യഭാഷ വരം ഇല്ലാത്തവരെന്തോ ചെയ്യും? എല്ലാവർക്കും അന്യഭാഷ കിട്ടുന്നില്ലല്ലോ, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നില്ലല്ലോ. അപ്പം അന്യഭാഷ ഇല്ലാത്തവരെന്ത് ചെയ്യും? അവരുടെ കാര്യം പോക്ക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, അന്യഭാഷ എന്ന് പറയുന്ന ആത്മീയ വർധനയ്ക്ക് വേണ്ടി സ്വയം ആത്മീയ വർധന വരുത്താനായിട്ട് ഉള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണമല്ല. പിന്നെയോ മറ്റു മനുഷ്യർക്ക് പ്രയോജനം വരത്തക്ക രീതിയിൽ അന്യഭാഷ പറഞ്ഞ് അത് പരിഭാഷപ്പെടുത്തി മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രമീകരണമാണ്. അല്ലാതെ അന്യഭാഷ എന്ന് പറയുന്നത് സ്വയമായിട്ട് ആത്മീയ വർധന വരുത്താനുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണം അല്ല. നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അന്യഭാഷ വ്യാഖ്യാനിച്ചില്ല എങ്കിൽ ആ ശുശ്രൂഷ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. വലിയവനും ചെറിയവനും എന്ന് പറഞ്ഞത് അന്യഭാഷ പറഞ്ഞ ആൾ ചെറുതായി പോയി, പ്രവചനം പറഞ്ഞ ആൾ വലിയ ആളായി എന്നല്ല. അവർക്കുള്ള പ്രയോജനത്തെക്കുറിച്ചാണ് പറയുന്നത്, അവരുടെ ശുശ്രൂഷ കൊണ്ട് ഉള്ളതായിരിക്കുന്ന പ്രയോജനം. അന്യഭാഷ സംസാരിക്കുന്നയാൾ അത് പരിഭാഷപ്പെടുത്തി മനുഷ്യർക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന രീതിയിൽ പരിഭാഷപ്പെടുത്താൻ ആളുകളില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പ്രവചിക്കുന്നയാൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നതായിരിക്കുന്ന ക്രമീകരണമാണ്. ഇന്ന് അന്യഭാഷയും പ്രവചനവും 1-ാം നൂറ്റാണ്ടിലുള്ളതുപോലെ നിലനിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം, പ്രവചനം ഇന്ന് നമുക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എഴുതി നമ്മുടെ കരങ്ങൾ തന്നിട്ടുണ്ട്. അത് പ്രബോധനത്തിനും ആത്മീയ വർധനയ്ക്കും ആശ്വാസത്തിനുമായി പഠിച്ച് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മളെ ആ വിഷയത്തിൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായിരിക്കുന്ന പിതാവേ, അവിടുന്ന് ഞങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സർവ്വകാരുണ്യവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന അവിടുത്തെ വചനം എത്രയും താഴ്മയോടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അവയെ ഏറ്റവും ഫലപ്രദമായി അവിടുന്ന് ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും കൃപയും ഞങ്ങൾക്ക് ധാരാളമായിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.